ഇതൊരു കരിയാപ്പായിരുന്നു, നല്ലപോലെ തഴച്ച് വളർന്ന ഒരു കരിയാപ്പ്. പക്ഷേ ഇതിൽ ഒത്തിരി പുഴുക്കൾ വന്നിരുന്ന് അതിൻ്റെ ഇലയെല്ലാം തിന്നു. ഇതാണ് കരിയാപ്പ്. തഴച്ച് വളർന്ന് നിൽക്കുന്ന കണ്ടപ്പം എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ വളവും വെള്ളവും ഒക്കെ കൊടുത്ത് നല്ലപോലെ പരിചരിച്ചു. പക്ഷേ ഒത്തിരി പുഴുക്കൾ വന്നു അതിൻ്റെ ഇല മുഴുവൻ തിന്ന് നശിപ്പിച്ചു. ഇതുപോലെയാണ് മനുഷ്യരുടെ കാര്യവും. പിന്നെ ഒത്തിരി പുഴുക്കളുണ്ട് മനുഷ്യരിൽ. ഏറെ ശത്രുക്കൾ നിന്നിലൊന്ന് കൂട്ടി വളർത്തി നീ ശത്രുക്കളെ മുഴുവൻ ഊട്ടി വളർത്തുമായിരുന്നു. ഏതൊക്കെ ശത്രുക്കളാണ് ഒരു വ്യക്തിയിലുള്ളതെന്ന് അറിയാമോ? കലിയുണ്ട്, കോപമുണ്ട്, കുശുമ്പുണ്ട്, അസൂയയുണ്ട്, പ്രതികാരചിന്തയുണ്ട്, ദുർചിന്തയുണ്ട്, അലസതയുണ്ട്, മടിയുണ്ട്, അഹങ്കാരമുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്, സ്നേഹമില്ലായ്മയുണ്ട്, ക്ഷമയില്ലായ്മയുണ്ട്. ഇതെല്ലാം ഒരു വ്യക്തിയിലുള്ള ശത്രുക്കളാണ്. ചുമ്മാതെ പലരും പുറംപൂച്ച് പറയുന്നതാണ് ശത്രുക്കളില്ലെന്ന്. ശത്രുക്കളെയാ ഊട്ടി വളർത്തിയത് മുഴുവൻ. പിന്നെ ഇതിലേതെങ്കിലും ശത്രു നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പം നിങ്ങൾ ആട്ടി ഓടിക്കാറുണ്ടോ? ദുർചിന്ത വന്നു, പ്രതികാരചിന്ത വന്നു, അലസത വന്നു, മടി വന്നു, അഹങ്കാരം വന്നു, ഞാനെന്ന ഭാവം വന്നു, പിന്നെ ക്ഷമയില്ലായ്മ വഴിക, കലി, കോപം, കുശുമ്പ്, അസൂയ, ഇങ്ങനെ ഒത്തിരി ശത്രുക്കളെ ആ ഒരു വ്യക്തിയിലുള്ളത്. പുറമേ കാണുമ്പം നല്ല ബ്യൂട്ടിയാണ്, പക്ഷേ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴോ ആ കരിയാപ്പിൻ്റെ സ്ഥിതിയാണ്. മുഴുവൻ തിന്ന് നശിപ്പിക്കുക. നിങ്ങൾ നശിക്കുകയാണ്. മദ്യപാനാസക്തി, ലഹരിക്ക് അടിമയാണ് കലാലയങ്ങളിൽ പോകുന്ന നല്ലൊരു ശതമാനം. വ്യഭിചാരത്തിന് അടിമകളാണ്. ഇതൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവർക്കൊക്കെ കുട്ടികളുണ്ടായാൽ അവരാരായിരിക്കും? അമ്മ മതിൽ ചാടിയ, അമ്മ വേലി ചാടിയ മകൾ മതിൽ ചാടും. അതുപോലെ പിന്നെ ഇവർക്കൊക്കെ കുട്ടികളുണ്ടായാൽ അവർ പിഴയുണ്ടായി. പിന്നെ നന്നാക്കല, സമൂഹത്തെ നന്നാക്കല, ലഹരിക്കെതിരെ, ഇതിനെതിരെ. ഇതൊന്നും അല്ല വേണ്ടത്. ഇവരെ ബോധവൽക്കരിക്കണം, ഇവരെ തിരിച്ചു വിളിക്കണം. പാപികളെ ആരെങ്കിലും തിരിച്ചു വിളിക്കുന്നുണ്ടോ? പാപികൾ ഇഷ്ടം പോലെ ആ സമൂഹത്തിൽ. ഈ പാപികളെയെല്ലാം തിരിച്ചു വിളിക്കണം, മാനസാന്തരപ്പെടുത്തണം. മതം മാറ്റാനല്ല, അവരുടെ മനസ്സ് മാറ്റണം. അവരുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയണം. എന്നിട്ട് സ്വയം പശ്ചാത്തപിക്കണം. ചെയ്ത പാപങ്ങളും ഒരു പാപങ്ങളും പിന്നീട് ചെയ്യരുത്. മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് പാപവും ദൈവം ക്ഷമിക്കും. രത്നാകരൻ കാട്ടാളനായിരുന്നു. കാട്ടാളപ്പണി നിർത്തി തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആമരയും ഇവരും പ്രാർത്ഥന പോലും അറിയില്ല. ഈമരം പറഞ്ഞ പ്രാർത്ഥന തുടങ്ങിയത്. അദ്ദേഹം എഴുതിയതാ രാമായണം. കാളിദാസൻ ബുദ്ധിയില്ലായിരുന്നു. ശിഖരത്തെ കയറിയിരുന്ന് മരത്തോട് ചേരാത്ത ശിഖരത്തിൻ്റെ അപ്പുറം നിന്നുകൊണ്ട് ഇപ്പുറം വെട്ടിക്കളയുന്ന ആളായിരുന്നു. ബുദ്ധിയില്ലായിരുന്നു. അദ്ദേഹം എത്രയോ നാടകങ്ങൾ എഴുതി മഹാകവിയായി. ഇതെല്ലാം പാപം ചെയ്യുന്നവരെ ദൈവം അവർ മാപ്പ് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ മാപ്പ് പറയണം. ഞാൻ പാപിയാണ്, ഞാൻ ഇന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, മേലാൽ ഞാൻ ആ കുറ്റം ചെയ്യില്ല, ആ കുറ്റമല്ല ഒരു കുറ്റവും ചെയ്യില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ദൈവം നിങ്ങളിൽ സഹായിക്കും. കൊടിയ കുറ്റവാളികൾ പോലും മാപ്പ് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് നല്ല വഴി വന്നിട്ടുണ്ട്. ഞാൻ ഈ പലതിനും അടിമകളായ, ലഹരിക്കടിമകളായ, വ്യഭിചാരത്തിന് അടിമകളായ, ദുർചിന്തയ്ക്ക് അടിമയായ, അലസതയ്ക്കും മടിക്കും അടിമയായ എല്ലാ പാപികളെയും ഞാൻ വിളിക്കുവാൻ. വരൂ, നിങ്ങളുടെ പാപങ്ങൾ സ്വയം ഏറ്റുപറയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഞാനല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാതെ വേറെ ആൾ പ്രാർത്ഥിച്ചാൽ ഏക്കത്തില്ല. അതൊക്കെ കാശടിച്ച് മാറ്റാൻ വേണ്ടിയുള്ള കള്ളപ്രാർത്ഥന നടത്തുന്നവർ ഒത്തിരി പേരുണ്ട്. ഭാഗ്യത്തിന് ഒരു ചക്ക വീണ് മുയൽ എത്തും. ഈ ഇവരുടെ ധാരണ എന്നും ചക്ക വീഴും, എന്നും മുയൽ ചാകുമെന്നാണ്. ചാകില്ല. നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിൻ്റെ കുറ്റങ്ങൾ ദൈവം തമ്പുരാനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് നിൻ്റെ കുറ്റങ്ങൾ നീ ഏറ്റുപറയുമ്പോൾ നിന്റെ കുറ്റങ്ങളെല്ലാം ദൈവം ക്ഷമിക്കും. അപ്പോൾ ക്ഷമ, അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്ഷമ കിട്ടിയാൽ പിന്നെ നീ ഒരു കുറ്റവും ചെയ്യരുത്. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ
പണ്ട് പൂർവികർ ചെയ്ത കുറ്റങ്ങളാണ് നമ്മളിലിപ്പോൾ ദുർചിന്തയായിട്ടും ദുർസ്വഭാവമായിട്ടൊക്കെ വരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇതിനെല്ലാം അടിമകളായവർക്ക് കുട്ടികളുണ്ടായാൽ എന്തായിരിക്കും ഫലം? അവരുടെ കുട്ടികൾ ഇതൊക്കെ ചെയ്യില്ലേ? അതുകൊണ്ടാണ് ആ പാട്ട് പാടിയത്. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ. പൂർവികർ കുറ്റം ചെയ്തു, നമ്മളത് അനുവർത്തിക്കുന്നു. കുറ്റം ചെയ്യാതെ പാപികളെ ഞാൻ ഒന്നുകൂടെ വിളിക്കുവാണ്. നിങ്ങൾ സ്വയം തിരുത്താൻ തയ്യാറാണെങ്കിൽ എന്നോട് പറയണ്ട, നിങ്ങളുടെ ദൈവത്തോട്, എൻ്റെ ദൈവത്തോട് പറയണ്ട, നിങ്ങളുടെ ദൈവത്തോട് പറയണം. വരൂ, പിന്നെ മാനസാന്തരപ്പെടൂ, പിന്നെ വരൂ, വരൂ, മാനസാന്തരപ്പെടൂ, പിന്നെ നല്ല പ്രവൃത്തി ചെയ്യൂ, നന്മയിലേക്ക് വരൂ, പിന്നെ തെറ്റ് ചെയ്യരുത്, ഒരിക്കലും തെറ്റ് ചെയ്യരുത്. നിന്നിൽ വരുന്ന പിന്നെ എല്ലാ ദുർചിന്തകളെ, ആ കരിയാപ്പിൻ്റെ ഇല അതിലെ പുഴുക്കൾ തിന്നുന്ന പോലെ നിന്നിലെ പുഴുക്കളെ നീ ആദ്യം എടുത്ത് മാറ്റുക. അതിനുശേഷം നീ നന്നാകുക. ലോകത്തിലെ മുഴുവൻ പാപികളോടും ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്ത പാപങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ചെയ്യാതെ നല്ല വഴിക്ക് വന്നു ജീവിതത്തിൻ്റെ നന്മകൾ നോരുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.